ഈ തണുപ്പുള്ള സമയത്ത് നമ്മുടെ മരത്തിന്റെ വാതിലുകളും ജനലുകളും ഒന്നും ചേർത്തടക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദേ നല്ല ഒരു കിടിലൻ പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മരപ്പണിക്കാരെ ഒന്നും വിളിക്കാതെ തന്നെ നമ്മുടെ ഇതേപോലെ അടയാത്ത വാതിലുകളും ജനലുകളും എല്ലാം നമുക്ക് ശരിയാക്കാം. ഈ ഒരു പ്രശ്നം മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻവെർട്ടർ എപ്പോഴും കംപ്ലൈൻ്റ് ആയി പോവും. അപ്പോൾ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂത്രപ്പണി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതേ നോക്കിക്കേ, നമ്മുടെ വീട്ടിലെ വാതിലിൻ്റെ അവസ്ഥയാണ് ഇത്. എത്ര ബലം പിടിച്ച് നമ്മൾ അടക്കാൻ ശ്രമിച്ചാലും വാതിൽ ഇത് ചേർന്നടയില്ല. മുകൾ ഭാഗത്താണ് കൂടുതലായിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത്. മരപ്പണിക്കാരെ വിളിച്ച് നമ്മളത് ചീന്തി ശരിയാക്കിയാലും വീണ്ടും തണുപ്പ് സമയമാകുമ്പോൾ വീണ്ടും വാതിലിന് ഈ പ്രശ്നം തന്നെ ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ചീന്തി ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാതിലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരാനും ചാൻസ് ഉണ്ട്. എൻ്റെ വീട്ടിലെ 2 വാതിലുകൾക്കാണ് ഈ പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒരു കിടിലൻ ഐറ്റം ഉപയോഗിച്ചിട്ടാണ് ഈ വാതിലുകളും ജനലുകളും എല്ലാം ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മെഴുകുതിരിയാണ്. അപ്പോൾ ഇത്രയും മെഴുകുതിരി ഒന്നും വേണ്ട, ഒരു സ്വല്പം മാത്രമേ ആവശ്യമുള്ളൂ. വീട്ടിൽ മെഴുകുതിരി ഇല്ലെങ്കിൽ വേറൊരു ഐറ്റം ഉപയോഗിച്ചും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ. അപ്പോൾ ഏത് ഐറ്റമാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് ആ ഐറ്റം ഉപയോഗിച്ചിട്ട് ഒറ്റ മിനിറ്റിൽ തന്നെ വാതിലും ജനലും എല്ലാം ശരിയാക്കാം. അപ്പോൾ അത് അടയാത്ത വാതിലിൻ്റെ ഈ എഡ്ജിലായിട്ട് നമുക്ക് മെഴുക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ വാതിലിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ ഞാൻ മെഴുക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലയുടെ ഭാഗം ഉണ്ടല്ലേ, ഈ ഭാഗത്തും ഈ വാതിലിൽ ചേർന്ന് അടയുന്ന ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ മെഴുക് തേച്ച് കൊടുക്കാം. മുകളിൽ നിന്ന് താഴെ വരെ നേരത്തെ നമ്മൾ വാതിലിൽ തേച്ച പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ വാതിലിൻ്റെ മുകൾ ഭാഗമാണ് ഒട്ടും തന്നെ ചേർന്ന് അടയാത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എഡ്ജിൽ നല്ല പോലെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഈ മരപ്പണിക്കാരെയൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പണിക്കൊന്നും അവർ ഒട്ടും തന്നെ വരില്ല. വന്നാൽ തന്നെ നല്ല പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അത് ഒരല്പം മെഴുകുതിരി മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ഇതേ മെഴുകുതിരി ഉരച്ചപ്പോൾ ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതേ മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ മെഴുക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാതിലൊന്ന് അടച്ച് നോക്കാം. അപ്പോൾ ഇതേ നോക്കിക്കേ, നല്ല എളുപ്പത്തിൽ തന്നെ വാതിൽ അടയുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വാതിൽ അടക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും ബലം പ്രയോഗിക്കേണ്ടി വരുന്നില്ല, ചേർത്തടയുന്നുണ്ട്. ഇനി നമുക്ക് കൊളത്തിടാനും ലോക്ക് ചെയ്യാനും ഒന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതെ, കറക്റ്റായിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ അടയുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ വാതിൽ നല്ല എളുപ്പത്തിൽ തന്നെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജനൽ ഭയങ്കര ടൈറ്റാണ്, കൊളത്തിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ജനൽ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഈ ജനൽ ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്കിനി രണ്ടാമത്തെ ഐറ്റം ഉപയോഗിച്ചിട്ട് അടുത്ത വാതിൽ ശരിയാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 വാതിലിനാണ് പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഈ ജനൽപ്പാളി ഒട്ടും തന്നെ ചേർന്ന് അടയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുളത്തിടാനും പറ്റാറില്ല. അപ്പോൾ വളരെ ബലം പിടിച്ച് ഒരുപാട് പ്രസ് ചെയ്താൽ മാത്രമാണ് ഈ ജനലൊന്ന് അടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ജനലിൻ്റെ ആ ഒരു പാളിയിലുള്ള ആ ഒരു ടൈറ്റ് മാറ്റുന്നതിനും അതേപോലെ തന്നെ കുളത്ത് പെട്ടെന്ന് വീഴാനുമായിട്ട് നമ്മൾ നേരത്തെ വാതിലിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് മെഴുക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ 2 എഡ്ജിലുമായിട്ട് മെഴുക് തേച്ച് കൊടുക്കാം. അപ്പോൾ ജനൽപ്പാളിയിലും അതേപോലെ തന്നെ ജനലിൻ്റെ ആ ഒരു ചേർത്തടയുന്ന ഭാഗത്തുമായിട്ട് നമ്മൾ നന്നായിട്ട് മെഴുക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴെ വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ചേർത്തടയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തുറക്കാനും അടക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുളത്തും ഇത് നല്ല കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മെഴുകുതിരി ഉപയോഗിക്കാതെ വേറൊരു ഐറ്റം ഉപയോഗിച്ച് വാതിൽ ശരിയാക്കാം. അപ്പോൾ ഈ വാതിലിന് നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതേപോലെയുള്ള ടൈറ്റുള്ള വാതിലൊക്കെ ശരിയാക്കാനായിട്ട് നമുക്ക് വാസ്ലിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് വാസ്ലിൻ ഞാൻ ഈ വാതിലിൻ്റെ 2 സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് മെഴുകാണ്. മെഴുകുതിരിയുടെ ടിപ്പ് മരപ്പണിക്കാരൻ തന്നെ പറഞ്ഞു തന്നതാണ്. മെഴുകുതിരി ഇല്ല എങ്കിൽ നമുക്ക് വാസലിൻ ഉപയോഗിച്ചും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് മെഴുകാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാസലിൻ ഉപയോഗിച്ചും പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ദേ വാസലിൻ എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ ദേ വാതിൽ ബലം പിടിക്കാതെ തന്നെ നമുക്ക് തുറക്കാനോ അടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നന്നായിട്ട് ചേർത്ത് അടയുന്നുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടർ എപ്പോഴും കംപ്ലൈൻ്റ് ആവാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഇൻവെർട്ടറിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ബാറ്ററിയുടെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലാവ് പിടിക്കാറുണ്ട്.
അപ്പോൾ ദേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വെളുത്ത കളറിലുള്ള പൊടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ കൂടി കൂടി വന്നിട്ട് ക്ലാവ് പിടിച്ച് പിന്നെ അതങ്ങ് ദ്രവിച്ച് പോവും. അപ്പോൾ ഈ ഒരു ഭാഗം ദ്രവിച്ച് പോകാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആ വെളുത്ത പൊടി ഒന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ വെളുത്ത പൊടി കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വാസ്ലിൻ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈ ഭാഗത്ത് ഇനി ക്ലാവ് പിടിക്കുകയില്ല, ഈ ഒരു ഭാഗം ദ്രവിച്ചു പോവുകയുമില്ല. അപ്പോൾ ഇതേ ഒരു ബഡ്സിൽ കുറച്ച് വാസ്ലിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ക്ലാവ് പിടിച്ച് ഈ ഒരു ഭാഗം ദ്രവിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ട്രീഷ്യൻ പറഞ്ഞു തന്നാണ് ഇതേപോലെ നമ്മൾ വാസ്ലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് പിന്നെ ക്ലാവ് അങ്ങനെ വരില്ല എന്ന്. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ബാറ്ററിക്ക് ഉണ്ടാകുന്ന ഈ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ കംപ്ലൈൻറ്റ് ഒന്നും തന്നെ വരില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഓടാമ്പലൊന്നും കറക്റ്റായിട്ട് വീഴില്ല, ഭയങ്കര ടൈറ്റായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈറ്റായിട്ടുള്ള ഓടാമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മെഴുകുതിരിയോ വാസ്ലിനോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓടാമ്പലിൻ്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് മെഴുക് അപ്ലൈ ചെയ്യാം. ഇതേപോലെ നമ്മൾ മെഴുക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ കുറ്റി ഇടാനും അതേപോലെ തന്നെ ഊരാനൊക്കെ പറ്റും. അപ്പോൾ ഇതേപോലെ ടൈറ്റായിട്ടുള്ള ഓടാമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നോക്കിക്കേ, നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ജനലിൻ്റെ കുളത്ത് വീഴാൻ ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് മെഴുക് അപ്ലൈ ചെയ്യാം. പിന്നെ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും അതേപോലെ തന്നെ തുരുമ്പ് ഒട്ടും തന്നെ പിടിക്കാതിരിക്കാനും ഒക്കെ മെഴുകും വാസലിനൊക്കെ നല്ലതാണ്. അപ്പോൾ ജനലിൻ്റെ കുളത്തും വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഊരാനും ഇടാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാതിലിൻ്റെ കുളത്തിൻ്റെ ഭാഗത്തുള്ള സ്റ്റക്നെസ് മാറാനും ഇതേപോലെ കുളത്തിനുള്ളിലേക്ക് കറക്റ്റായിട്ട് വീഴുന്നില്ല എങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ മെഴുകോ വാസലിനോ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കുളത്ത് കറക്റ്റായിട്ട് ഇതിനുള്ളിലേക്ക് വീഴുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ മെഴുക് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ലോക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വീഴുന്നുണ്ടായിരുന്നില്ല, നല്ല ടൈറ്റും ആയിരുന്നു. ഇപ്പോൾ നമ്മൾ മെഴുക് തേച്ചതോടുകൂടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെയുള്ള കുളത്തുകൾ മാത്രമല്ല, ഇതേപോലെയുള്ള പൂട്ടും താഴൊക്കെ ഉണ്ടല്ലോ, ഇതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ പറ്റും. ചിലത് നമുക്കറിയാലോ ഭയങ്കര സ്റ്റക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ വീണിട്ട് കറക്റ്റായിട്ട് ലോക്ക് വീഴുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് മെഴുക് നല്ലതാണ്. ഈ താക്കോലിൻ്റെ ഭാഗത്തായിട്ട് ഒരല്പം മെഴുക് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അതിനുള്ളിലേക്കും ആ മെഴുക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അതേപോലെ തന്നെ ലോക്ക് ഓപ്പൺ ആക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കറിയാലോ വാതിലും ജനലും ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ തണുപ്പ് കാലത്താണെങ്കിൽ ഈ പ്രശ്നം എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്